ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇനി EVS എക്സാം ആണല്ലേ. അപ്പോൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ടൊരു EVSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കൂട്ടുകാരെല്ലാവരും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നന്നായി പഠിച്ചിട്ട് വേണം കേട്ടോ എക്സാമിന് പോകാൻ. അപ്പോൾ ഓണം എക്സാമിൻ്റെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള EVS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയമാണ് 2 മണിക്കൂറും 15 മിനിറ്റും. അടുത്തത് നിങ്ങളുടെ പേരെഴുതാനായിട്ട് നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് എഴുതേണ്ടത്. നെയിം ഓഫ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും ഡിവിഷൻ നിങ്ങൾ എഴുതണം. അതുപോലെ സിഗ്നേച്ചർ ഓഫ് ടീച്ചറും സിഗ്നേച്ചർ ഓഫ് പാരൻറ്റും ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സൈഡിലായിട്ട് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസും അതേപോലെ നിങ്ങളുടെ സ്കോറും എഴുതാനുള്ളൊരു സ്ഥലം നൽകിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്? 15 minutes സ്കൂൾ ഓഫ് ടൈം ഈസ് അലോട്ടഡ് ഫോർ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ആക്ടിവിറ്റീസ്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമാണ്. ആ കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കാനും അതേപോലെ ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലാക്കാനുമുള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ സമയത്ത് ഏതൊക്കെ ആക്ടിവിറ്റീസാണ് കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാമെന്നും അതുപോലെ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് പെട്ടെന്ന് എഴുതാൻ കിട്ടുക, അതുപോലെ തന്നെ കൂട്ടുകാരെല്ലാവരും എല്ലാ ആക്ടിവിറ്റീസും നന്നായി വായിച്ചു നോക്കണം. അതിനൊക്കെയുള്ള സമയമാണ് ആദ്യത്തെ 15 മിനിറ്റ്. അടുത്തതാണ് ആൻസർ ഓൾ ദ 5 ആക്ടിവിറ്റീസ്, ആൻസർ ഓൾ ദ സബ് ആക്ടിവിറ്റീസ് ഇൻ ഇറ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാ 5 ആക്ടിവിറ്റീസിനും ഉത്തരം എഴുതിയിരിക്കണം. 5 ആക്ടിവിറ്റീസാണ് നിങ്ങൾ ടോട്ടലി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ അതിലുള്ള സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. 4 ആക്ടിവിറ്റീസ് വിത്ത് ഇൻറ്റേർണൽ ചോയ്സ്, ആൻസർ എയ്തർ എ ഓർ ബി. ഇൻറ്റേർണൽ ചോയ്സ് ഉള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഒന്നെങ്കിൽ എ എഴുതിയാൽ മതി അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചില ആക്ടിവിറ്റീസിൽ എ ബി എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം തന്നിട്ടുണ്ടാവും. അതിൽ കൂട്ടുകാർക്ക് ഏതാണോ കൂടുതൽ അറിയാവുന്നത് അത് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 1ൽ എ ആണ് നോക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ്, പലതരത്തിലുള്ള പ്ലാൻസ്. എന്താണ്? വിനു ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് എ മാഗസിൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. Color the bubble inside the picture based on their habitat. Use red color for xerophytes and ബ്ലൂ കളർ ഫോർ അക്വാറ്റിക് പ്ലാന്റ്സ്. അപ്പോൾ എന്താണ്? വിനുവും ഫ്രണ്ട്സും കൂടെ ഒരു മാഗസിൻ ഉണ്ടാക്കുകയാണല്ലേ. അവരുടെ മാഗസിൻ എന്തിനെ പറ്റിയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ അവർ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് അവിടെ തന്നിട്ടുണ്ട്, പ്ലാന്റ്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഹാബിറ്റേറ്റ് പ്രകാരം അതിന് റെഡ് കളർ സീറോഫൈറ്റ്സ് ആയിട്ടുള്ള പ്ലാന്റ്സിനും ബ്ലൂ കളർ അക്വാറ്റിക് പ്ലാന്റ്സിനും കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ പ്ലാന്റ്സിൻ്റെ. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് എന്താണ്? റെഡ് കളറാണ് കൊടുക്കേണ്ടത്. കാരണം അതെന്താണ്? സീറോഫൈറ്റ്സ് ആണ്. പിന്നെ സെക്കൻഡ് പ്ലാന്റ് എന്താണ്? നമുക്കറിയാം അക്വാറ്റിക് പ്ലാന്റ് ആണ്. അക്വാറ്റിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയാം അല്ലേ. പിന്നെ എന്താണ്? വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണ്? സീറോഫൈറ്റ്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് താഴെ നൽകിയിരിക്കുന്നത് നമുക്കറിയാം അല്ലേ അക്വാറ്റിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ബ്ലൂ കളറാണ് നൽകിയിരിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ്? അടുത്തത് സീറോഫൈറ്റ്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ റെഡ് കളർ നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തത് എന്താണ്? കൂട്ടുകാർക്ക് അറിയാം അല്ലേ, അതും എന്താണ്? അക്വാറ്റിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ബ്ലൂ കളർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സീറോഫൈറ്റ്സിനെയും അക്വാറ്റിക് പ്ലാന്റ്സിനെയും ക്ലാസിഫൈ ചെയ്യേണ്ടത്. അതിൽ ബി ക്വസ്റ്റ്യൻ, ഫിഷസ് ഹാവ് ബോഡി ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ മൂവിങ് ഇൻ വാട്ടർ. അപ്പോൾ എന്താണ്? മീനുകൾക്ക് അവർ വാട്ടറിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ബോഡി ഷേപ്സ് നൽകിയിട്ടുണ്ടല്ലേ. ഫൈൻഡ് ദ ടേംസ് ഗിവൺ ബിലോ, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് ഓഫ് ഫിഷ് ഇൻ വാട്ടർ. അപ്പോൾ അവിടെ നമുക്ക് താഴത്ത് കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻസ് നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? വാട്ടറിൽ ഫിഷ് മൂവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കറക്റ്റ് ഓപ്ഷൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസാണ് നൽകിയിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ, ഫിൻ. രണ്ടാമത്തേതാണ് ഗിൽ, കളർ. മൂന്നാമത്തേത് സീ വാട്ടർ, റിവർ വാട്ടർ. 4 സ്ലിപ്പറി ബോഡി, ഫിൻസ്. അപ്പോൾ അവിടെ ABCD എന്ന് പറഞ്ഞ് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ശരിയായത്? കറക്റ്റ് ഓപ്ഷന് എ ആണ്, ഐ ഓൺലി. അപ്പോൾ എന്താണ്? ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ, ഫിൻ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിൽ ഓഡ് വണ്ണ് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് അവിടെ താഴത്ത് എഴുതാനാണ് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എ ഫോറസ്റ്റ്, ബി പോണ്ട്, സി ആൻഡ് ഡി ഡെസേർട്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം അല്ലേ, ഓപ്ഷൻ ഡി ഡെസേർട്ട് ആണ് ഓഡ് വൺ ആയിട്ടുള്ളത്. അടുത്തതാണ് ആക്ടിവിറ്റി 1ൽ ബി നോക്കാം. ഓർഗാനിസംസ് ആൻഡ് സർവൈവൽ.
A question, different organisms have body features that help them to survive in their specific environment. അപ്പോൾ ഒരു സ്പെസിഫിക് എൻവയോൺമെൻറ്റിൽ അവർക്ക് അവരുടെ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർഗാനിസംസിന് കുറച്ച് ബോഡി ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോവിങ് അനിമൽസ് ദാറ്റ് എനേബിൾ ദം ടു ലിവ് ഇൻ ദ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. അപ്പോൾ അവിടെ താഴെ നമുക്ക് 2 അനിമൽസിനെ കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സിൽ അവർക്ക് ജീവിച്ച് പോകാനുള്ള എന്തൊക്കെ എബിലിറ്റീസ് ആണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അവർക്കുള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതവിടെ എഴുതി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലേ, ക്യാമലിനെയും അതുപോലെ തന്നെ ഫിഷിനെയും ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമൽ എന്താണ്? ക്യാമൽ ഒരു ഡെസേർട്ട് അനിമലാണ്, അതുപോലെ ഫിഷ് ഒരു അക്വാട്ടിക് അനിമലാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ 2 തരത്തിലുള്ളതാണ്. അപ്പോൾ അവരവിടെ എന്തൊക്കെ ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാമലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമലിൻ്റെ പുറത്തുള്ള ആ ഒരു കൂമ്പാരം പോലത്തെ ഭാഗത്തിന് നമ്മൾ ഹമ്പ് എന്ന് വിളിക്കുന്നത്. ലോങ് ലെഗ്സ് ആണ്, അതേപോലെ ലെസ് വാട്ടർ നീഡഡ്. അപ്പോൾ അതുപോലെ തന്നെ ക്യാമലിന് ഡെസേർട്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതിയല്ലേ അതിന് സർവൈവ് ചെയ്യാനായിട്ട്. അടുത്തതാണ് ഫിഷിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവിടെ നൽകിയിരിക്കുന്നത്? ഗിൽസ് ഉണ്ട്, അതേപോലെ ഫിൻസ് ഉണ്ട്, സ്ലിപ്പറി ആയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വാട്ടറിൽ കിടക്കാൻ യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് ക്യാമലിനും ഫിഷിനുള്ളത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ സിറ്റുവേഷൻസ് ഇൻ ദ ഫോളോവിങ് പിക്ചേഴ്സ് ഫ്രം ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ഡിമോളീഷൻ ഓഫ് ഹിൽസ് ആൻഡ് റിക്ലേമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. അപ്പോൾ എന്താണ്? 2 സിറ്റുവേഷൻസ് ആണ് നമുക്ക് താഴെ നൽകിയിരിക്കുന്ന പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. 2 ദോഷകരമായിട്ടുള്ള സംഭവങ്ങളാണല്ലേ അവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ഡിമോളീഷൻ ഓഫ് ഹിൽസ്, രണ്ടാമത്തേത് റിക്ലേമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ലോസ് ഓഫ് ഹാബിറ്റേറ്റ്സ്, അതായത് ഡിമോളീഷൻ ഓഫ് ഹിൽസ് മൂലം നമുക്ക് ലോസ് ഓഫ് ഹാബിറ്റേറ്റ്സ് ഉണ്ടാവും. അതായത് ഹാബിറ്റേറ്റ്സ് പറഞ്ഞാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്താണെന്ന് അറിയില്ലേ? ജീവികൾ താമസിക്കുന്ന സ്ഥലങ്ങൾക്കാണ് നമ്മൾ ഹാബിറ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഹാബിറ്റേറ്റ് ഒക്കെ ഇല്ലാണ്ടാവും. അതുപോലെ സോയിൽ ഇറോഷൻ, മണ്ണിടിച്ചിൽ, ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം. പിന്നെ രണ്ടാമത്തേത് മൂലം എന്താണ് ഉണ്ടാവുക? രണ്ടാമത്തേത് എന്താണ്? റീക്ലൈമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ് ആണ്. അതുമൂലം നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ ഡിക്രീസ് ചെയ്യും, ഗ്രൗണ്ട് വാട്ടർ നമുക്ക് നന്നായി കുറയും. അതേപോലെ ലോസ് ഓഫ് ഫാം ലാൻഡ് കൃഷിയിടങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അല്ലേ. അതിൽ സി ക്വസ്റ്റ്യൻ, സെലക്ട് ഫ്രം ദ ഫോളോവിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലോഗൻ നമ്മളോട് താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ താഴെ എന്തൊക്കെ സ്ലോഗൻസ് ആണ് നൽകിയിട്ടുള്ളത്? ഫസ്റ്റ് നമുക്ക് അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്റ്റ് എ വൈൽഡ് ലൈഫ്. അതാണ് എ എന്ന് പറയുന്നത്. ബി ഒക്കെ എന്താണെന്ന് നോക്കാം. B. Protect the ecosystem, sustain life on earth. C. A ecosystem is a combination of living and non-living components. D. There are natural and man-made ecosystems. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് നമ്മളോട് ഒരു സ്ലോഗനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സ്ലോഗൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ മറ്റുള്ളവരോട് പറയുന്ന പോലെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ ആകെ ഒരെണ്ണം ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ്? ബി ആണല്ലേ. ബി എന്താ പറയുന്നത്? പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. എക്കോസിസ്റ്റത്തെ സംരക്ഷിക്കുകയും നമ്മുടെ ഭൂമിയിലെ ജീവിതം നിലനിർത്തുകയും ചെയ്യുക എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരോട് സ്ലോഗൻ എഴുതാൻ പറഞ്ഞാൽ കൂട്ടുകാർ ഇതുപോലെയാണ് എഴുതേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 2, പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി. അതിൽ എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ടേബിളാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? റീസൺസ് ഫോർ സോയിൽ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എഴുതണം. ഓർഗാനിസംസ് എഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷനിൽ എഫക്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസിനെ എഴുതണം. കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ആണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൽ സോയിൽ പൊല്യൂഷൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് തന്നിട്ടുണ്ട്. റീസൺസ് എന്താണ്? ഒരെണ്ണം തന്നിട്ടുള്ളത് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. നമ്മുടെ പെസ്റ്റിസൈഡ്സ് അതായത് കീടനാശിനികൾ കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു യൂസ് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസംസിൻ്റെ പേരാണ് എന്ത്? എർത്ത് വേം. പിന്നെ കോൺസിക്വൻസസ് ആയിട്ട് എഴുതിയിട്ടുള്ളത് എക്സ്റ്റിങ്ഷൻ ഓഫ് വേരിയസ് ഓർഗാനിസംസ്. കുറേ ഓർഗാനിസംസിൻ്റെ എന്താണ്? വംശനാശം. അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചെണ്ണം എഴുതി നോക്കാം.
അടുത്തതാണ് ഡംപിങ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒക്കെ ഡംപ് ചെയ്യുന്നത്. അത് എഫക്റ്റ് ചെയ്യുന്ന ഓർഗാനിസം ആണ് മൈക്രോ ഓർഗാനിസംസ്. അതുപോലെ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, സോയിലിൽ ഉണ്ടാവുന്ന ഫെർട്ടിലിറ്റി, അതായത് മണ്ണിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുക അല്ലേ. അതേപോലെ വേറൊന്നാണ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഇൻസെക്ട്സ്. പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ് ആണ് ഇംബാലൻസ് ഇൻ എക്കോസിസ്റ്റം. അടുത്തൊരു റീസൺ ആണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് ഓയിൽ സ്പിൽസ്. അതൊക്കെ ഒരു റീസൺസ് ആണ് കേട്ടോ. അടുത്തതാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ്, പ്ലാന്റ്സ് ആൻഡ് സ്മോൾ അനിമൽസ്. അതിൻ്റെ കോൺസിക്വൻസസ് കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ചെയിൻ. അപ്പോൾ ഇത്രയൊക്കെ റീസൺസും ഓർഗാനിസംസ് എഫക്റ്റ് ചെയ്യുന്നതും അതേപോലെ കോൺസിക്വൻസസ് ആണ് നമ്മുടെ സോയിൽ പൊല്യൂഷൻ ഉള്ളത്. അടുത്ത ബി ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോവിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് എന്താണെന്ന് എക്സാമിൻ ചെയ്യാനും അത് ഏത് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പിക്ചറിലുള്ളത് എയർ പൊല്യൂഷൻ ആണ്, സെക്കൻഡ് വണ്ണ് വാട്ടർ പൊല്യൂഷൻ ആണ് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 3, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമം ആൻഡ് പെപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ. അപ്പോൾ എന്തിനാണ് ആദ്യം ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്? സ്പൈസസ് ആയിട്ടുള്ള കാർഡമം അതുപോലെ പെപ്പറും പിന്നെ ടെക്സ്റ്റൈൽസ് ആയിട്ടുള്ള സിൽക്കും കോട്ടണും ഒക്കെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ഗ്രാജുവലി ദേ സ്റ്റാർട്ടഡ് ഇൻഡസ്ട്രീസ് ആഫ്റ്റർ റിസീവിങ് പ്രിവിലേജസ് ഫ്രം ദ ലോക്കൽ റൂളേഴ്സ്. അപ്പോൾ ലോക്കൽ റൂളേഴ്സിൻ്റെ കയ്യിൽ നിന്നിട്ട് പ്രിവിലേജസ് കിട്ടിയതിന് ശേഷം അവരെന്ത് ചെയ്തു? ബിസിനസ് സ്വന്തമായിട്ട് അവർ തന്നെ ഇൻഡസ്ട്രീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. വേരിയസ് റീജിയൻസ് ഓഫ് ഇന്ത്യ were ruled by local rulers. ഇന്ത്യയിലുള്ള കുറേ റീജിയൻസൊക്കെ റൂൾ ചെയ്തിരുന്നത് അന്ന് ആരായിരുന്നു? ലോക്കലായിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു, അതായത് രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികളായിരുന്നു. They fought with each other and it made matters easier for the British. അവർ തമ്മിൽ പോരാടുകയും പിന്നീട് എന്തായിരുന്നു, ബ്രിട്ടീഷിന് ഒന്നും കൂടെ അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഒന്നും കൂടെ ഈസി ആക്കി കൊടുത്തു. ഗ്രാജുവലി അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ദ കിങ്സ് കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഫോറിനേഴ്സ്. അപ്പോൾ എന്താണ്, പിന്നീട് അഗ്രികൾച്ചറും ട്രേഡും അതേപോലെ കിങ്സ് എല്ലാം ഫോറിനേഴ്സിൻ്റെ അണ്ടർ കൺട്രോളിലായി അല്ലേ. യൂസിങ് ഇംപ്രൂവ്ഡ് വെപ്പൺസ് ലൈക്ക് കനോൺസ് ആൻഡ് ഗൺസ് ആൻഡ് വാർഫെയർ ടാക്ടിക് ദേ സബ്ഡ്യൂഡ് ദ നേറ്റീവ്സ് ആൻഡ് ദ ലോക്കൽ റൂളേഴ്സ്. അവർ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളായിട്ടുള്ള കനോൺസ്, ഗൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതേപോലെ വാൾഫാർ ടാക്ടിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തുള്ള ലോക്കൽ റൂളേഴ്സിനെ എല്ലാം എന്താക്കി, അവർ കീഴടക്കി അല്ലേ. സബ്ഡ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടക്കി. ഓവർ ടൈം ദ ബ്രിട്ടീഷ് ഗെയിൻഡ് കൺട്രോൾ ഓവർ ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ പിന്നീട് അത് കൂടുതൽ സമയമെടുത്ത് ബ്രിട്ടീഷ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ രാജ്യങ്ങളും എന്താണ്, കൺട്രോളിലാക്കി അല്ലേ. ഫോർ ദ നെക്സ്റ്റ് 200 years ഇന്ത്യ വാസ് അണ്ടർ ദെയർ കൺട്രോൾ. പിന്നെ നെക്സ്റ്റ് 200 years എന്താണ്, ബ്രിട്ടീഷിൻ്റെ കൺട്രോളിലായി ഇന്ത്യ എന്ന് പറയുന്നത്. റീഡ് ദ നോട്ട് അബവ് ആൻഡ് ആൻസർ ദ ഫോളോവിങ്. നമുക്ക് മേലെ തന്നിരിക്കുന്ന നോട്ട് വായിക്കാനും അതേപോലെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് ഫോറിനേഴ്സ് റീച്ചിങ് ഇന്ത്യ. ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ വന്നിരുന്നതിൻ്റെ അവരുടെ മെയിൻ എയിം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു? നമുക്കവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. എ ഓപ്ഷൻ ഫോർ വാർ, ബി ടു ഹാവ് ട്രേഡ് വിത്ത് ലോക്കൽ റൂളേഴ്സ്, സി ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്, ഡി എന്താണ്, ടു സ്റ്റാർട്ട് ഇൻഡസ്ട്രീസ്. അപ്പോൾ എന്താണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം? അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസും സ്പൈസസും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ ഫസ്റ്റ് ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്ത് വന്നിരുന്നത്. അതിൽ ബി ക്വസ്റ്റ്യനും ആൻസറും സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവിടെ കൃത്യമായിട്ട് കാണുന്നില്ല അല്ലേ. ബി ക്വസ്റ്റ്യൻ എന്താണ്, വെൻ ദ ഫോറിനേഴ്സ് കെയിം ഇന്ത്യ വാസ് റൂൾഡ് ബൈ എ നമ്പർ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പോൾ എന്താണ്, ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് അതായത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് കുറേ രാജാക്കന്മാരായിരുന്നു. ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ഓർ റോങ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണോ റോങ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, ആൻസർ ഈസ് റൈറ്റ്. അടുത്തത് അതിലെ സി ക്വസ്റ്റ്യൻ, വൈ വാസ് ഇറ്റ് സോ ഈസി ഫോർ ദ ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇന്ത്യ അവരുടെ കൺട്രോളിൽ വേഗം വരുത്താൻ പറ്റി? അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ ഈസ്, ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ കിങ്ഡംസ് ആൻഡ് റൂളേഴ്സ് ഫൗട്ട് വിത്ത് ഈച്ച് അതർ.
ഇന്ത്യ എന്തായിരുന്നു, സ്മോൾ കിങ്ഡംസും റൂളേഴ്സും ആയിരുന്നു അല്ലേ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചടക്കാൻ പറ്റിയത്. അടുത്ത ഡി ക്വസ്റ്റ്യൻ, ഫോർ ഹൗ ലോങ് വാസ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്? എത്ര കാലം വരെയായിരുന്നു ബ്രിട്ടീഷിൻ്റെ കൺട്രോളിൽ ഇന്ത്യ ഇരുന്നത് എന്നാണ് ചോദിക്കുന്നത്. എത്ര കാലമായിരുന്നു? നമുക്ക് അവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. എ സെഞ്ച്വറി, ബി 2 centuries, സി 3 centuries, ഡി എ സെഞ്ച്വറി ആൻഡ് എ ഹാഫ്. ആൻസർ ഈസ് ബി 2 centuries. അടുത്തത് ആക്ടിവിറ്റി ഫോർ ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ്. എ ക്വസ്റ്റ്യൻ ആണ്. ദ സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ദ ക്വിറ്റ് ഇന്ത്യൻ മൂവ്മെൻറ്റ് ആർ ദ ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻസ് ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ ഹിസ്റ്ററി ആയിട്ടുള്ള 2 സ്ട്രഗിൾസ് ആണ്. ഒന്ന് സാൾട്ട് സത്യാഗ്രഹയും രണ്ടാമത്തേത് ഏതാണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും അല്ലേ. പ്രിപ്പയർ നോട്ട്സ് ഓൺ ദീസ് 2 ഫ്രീഡം സ്ട്രഗിൾസ്. അപ്പോൾ ഈ 2 ഫ്രീഡം സ്ട്രഗിൾസിനെ കുറിച്ചിട്ട് നമ്മളോട് നോട്ട്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 2 ബോക്സ് തന്നിട്ടുണ്ട്, സാൾട്ട് സത്യാഗ്രഹ അതേപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ സാൾട്ട് സത്യാഗ്രഹയെ കുറിച്ച് നമുക്ക് നോക്കാം. ലെഡ് ബൈ മഹാത്മാഗാന്ധി, അത് നയിച്ചിരുന്നത് മഹാത്മാഗാന്ധി ആയിരുന്നു. ഗാന്ധി ആൻഡ് ഫോളോവേഴ്സ് മാർച്ച് ടു ഡണ്ടി ആൻഡ് മെയ്ഡ് സാൾട്ട് ഫ്രം സീ വാട്ടർ. അപ്പോൾ സീ വാട്ടറിൽ നിന്ന് സാൾട്ട് ഉണ്ടാക്കുകയും അവർ മാർച്ച് നടത്തിയത് ഡണ്ടി മാർച്ചിലേക്കായിരുന്നു അല്ലേ. ഇറ്റ് വാസ് എ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് സാൾട്ട് ടാക്സ്. ബ്രിട്ടീഷ് ഉണ്ടാക്കിയ സാൾട്ട് ടാക്സിനെതിരെ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു എന്ത്, സാൾട്ട് സത്യാഗ്രഹ. അതേപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് ബൈ മഹാത്മാഗാന്ധി. അതും സ്റ്റാർട്ട് ചെയ്തത് ആരാണ്, മഹാത്മാഗാന്ധിയാണ്. അതിൻ്റെ സ്ലോഗൻ ഡു ഓർ ഡൈ, ഒന്നെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുക എന്നാണ് അതിൻ്റെ സ്ലോഗൻ ആയിട്ടുണ്ടായിരുന്നത്. ഡിമാൻഡഡ് ദ ബ്രിട്ടീഷ് ടു ലീവ് ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ ഇന്ത്യ വിട്ടു പോവാൻ ബ്രിട്ടീഷിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സമരമായിരുന്നു, ഒരു സ്ട്രഗിൾ ആയിരുന്നു ഏത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. പീപ്പിൾ ഓൾ ഓവർ ഇന്ത്യ ടുക്ക് എ പാർട്ട്. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും. അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി. ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് പറയുന്നത് ഏത് ഫ്രീഡം ഫൈറ്ററിനെ ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ എ ഓപ്ഷൻ സുഭാഷ് ചന്ദ്രബോസ്, ബി കേളപ്പൻ, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ ആരെ ആയിരുന്നു ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് വിളിച്ചിരുന്നത്? ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ആൻസർ കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 5A ആണ്, ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യ. അവിടെ നമുക്ക് ഇന്ത്യയുടെ ഒരു എന്ത് തന്നിട്ടുണ്ട്, മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമ്മളോട് ആ മാപ്പ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ മാപ്പ് നന്നായി നോക്കണം. അതിലെ എ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ 2 states ദാറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് 5 states. അപ്പോൾ 5 സ്റ്റേറ്റ്സുമായിട്ട് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന ഏതൊക്കെ 2 സ്റ്റേറ്റ്സ് ആണ് തന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ ആൻസർ ഈസ് ജാർഖണ്ഡ് ആൻഡ് ആസാം. ജാർഖണ്ഡും ആസാമും ആണ് 5 സ്റ്റേറ്റ്സുമായിട്ട് അതിൻ്റെ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത്. അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാണ്? നമുക്കറിയാമല്ലേ, ആൻസർ ഈസ് രാജസ്ഥാൻ. സി ക്വസ്റ്റ്യൻ, വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് ഓഫ് കേരള. കേരളയുടെ വെസ്റ്റ് ഭാഗത്ത് കാണുന്ന സീ ഏതാണ്? ആൻസർ ഈസ് അറേബ്യൻ സീ. അടുത്ത ഡി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് അനദർ സ്റ്റേറ്റ് അതർ ദാൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആന്ധ്രാപ്രദേശ് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് ബേ ഓഫ് ബംഗാൾ. അപ്പോൾ എന്താണ്, വേറൊരു സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും അല്ലാതെ ബേ ഓഫ് ബംഗാളിനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ആൻസർ ഈസ് ഒഡീഷ. അടുത്തത് ഈ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് കേരള. കേരളയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ആൻസർ ഈസ് കർണാടക ആൻഡ് തമിഴ്നാട്. നിങ്ങളുടെ 5ാമത്തെ ആക്ടിവിറ്റിയിൽ ബി നോക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എ എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എഴുതിയാൽ മതി. കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എഴുതിയാൽ മതി കേട്ടോ. ഫ്ലൈയിങ് ഫ്രണ്ട്സ്. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, റീന ഗീവ്സ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഹെർ ഒബ്സർവേഷൻ ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് ബേർഡ്സ് റെഗുലർലി സീൻ അറൗണ്ട് ഹെർ ഹൗസ്. അപ്പോൾ എന്താണ്, റീന അവളുടെ വീടിന് ചുറ്റും എന്നും കാണുന്ന കുറച്ച് വേരിയസ് സ്പീഷ്യസ് ആയിട്ടുള്ള ബേർഡ്സിനെ ഒബ്സർവേഷൻ ചെയ്യുകയും അതിൻ്റെ കുറച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്ത്, അതേപോലെ എക്സാമിൻ ഈച്ച് ആൻഡ് മാച്ച് ദ ഇൻഫോർമേഷൻ ടു ദ അപ്രോപ്രിയേറ്റ് ബേർഡ്. അപ്പോൾ നമ്മളോട് ഇവിടെ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളെ എക്സാമിൻ ചെയ്തിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബേർഡിൻ്റെ ഇൻഫോർമേഷൻസും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
ഫസ്റ്റത്തെ തന്നിരിക്കുന്ന ഫീച്ചർ എന്താണ്? ഫ്ലൈസ് ഹൈ, ഹാസ് പോയിൻറ്റഡ് ക്ലൗസ് ആൻഡ് ഷാർപ്പ് ബീക്സ്, പിന്നെ ചേസസ് ആൻഡ് ക്യാച്ചസ് ദ പ്രീ. അപ്പോൾ നല്ല ഹൈറ്റിൽ ഫ്ലൈ ചെയ്യും, അതുപോലെ എന്താണ് പോയിൻറ്റഡ് ആയിട്ടുള്ള ക്ലൗസും ഷാർപ്പായിട്ടുള്ള ബീക്കും ആണ്. അതുപോലെ തന്നെ പ്രേസിന്, അതായത് അതിൻ്റെ ഇരകളെ ചേസ് ചെയ്യുകയും ക്യാച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാരാണ്? നമുക്കറിയാം അല്ലേ, ഈഗിളാണ്. അപ്പോൾ ഈഗിളിന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴത്തുള്ളത് ഹാസ് ബ്ലാക്ക് കളർ, ട്രാവൽസ് ഇൻ ഗ്രൂപ്പ്സ്, ക്ലീൻ ദ സറൗണ്ടിങ്സ്. ബ്ലാക്ക് കളറാണ്, അതുപോലെ ഗ്രൂപ്പായിട്ടാണ് ട്രാവൽ ചെയ്യുക, സറൗണ്ടിങ്സ് എല്ലാം ക്ലീൻ ചെയ്യും. അപ്പോൾ അത് ക്രോ ആണ് കേട്ടോ. ഹാസ് സ്മോൾ ബോഡി, ലോങ് ബീക്ക്, ഫ്ലൈസ് ഫാസ്റ്റ്, ഹൺസ് പ്രൂവ് ഫ്രം പോൺസ് ആൻഡ് റിവേഴ്സ്. അപ്പോൾ ചെറിയ ബോഡിയാണ്, ലോങ് ആയിട്ടുള്ള ബീക്കാണ്, ഫാസ്റ്റായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോൺസിൽ നിന്നും റിവറിൽ നിന്നും എല്ലാം എന്താണ് അതിൻ്റെ ഇരകളെ കണ്ടുപിടിച്ച് ഹണ്ട് ചെയ്യാനും പറ്റും അല്ലേ. അപ്പോൾ അതാരാണ്? കിങ് ഫിഷർ ആണ്. അടുത്തത് ഈസ് ഓഫ് മീഡിയം സൈസ്, ഹാസ് ക്യാപ്പ് ലൈക്ക് പാർട്ട് ഓൺ ദ ഹെഡ്, സ്ട്രോങ് പോയിൻറ്റഡ് ക്ലോസ്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു എനിമലാണ്, അതുപോലെ തന്നെ ക്യാപ്പ് പോലെയുള്ള ഒരു ഹെഡ് ഉണ്ട്, അതുപോലെ സ്ട്രോങ് പോയിൻറ്റഡ് ആയിട്ടുള്ള ക്ലോസും ഉണ്ട്. അപ്പം നമുക്കറിയാം വുഡ് പെക്കറാണ്. നമ്മൾ ബേർഡ്സിൻ്റെ എല്ലാം ഫീച്ചേഴ്സും പഠിച്ചു വെക്കണം. അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രൂ ഇൻ പ്ലേസസ് വേർ ദർ ഈസ് വാട്ടർ. അപ്പോൾ വാട്ടറുള്ള പ്ലേസിൽ പോയിട്ട് അതിൻ്റെ ഇരകളെ കണ്ടുപിടിക്കുകയും ഹണ്ട് ചെയ്യുകയും ചെയ്യുന്ന ബേർഡിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെ ഏതൊക്കെ ബേർഡ്സാണ് തന്നിട്ടുള്ളത്? ഈഗിൾ, പാരറ്റ്, ക്രെയിൻ, മൈന. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി, ക്രെയിൻ ആണ് കേട്ടോ. അടുത്ത സി ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ. താഴത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾ ബേർഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ. എല്ലാ ബേർഡ്സിനും സെയിം ബോഡി സ്ട്രക്ചർ ആണുള്ളത് എന്നാണ് പറയുന്നത്. അടുത്തത് ബി എന്താണ്? ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ് ആൻഡ് ഇറ്റ്സ് പ്രൂവിങ് മെക്കാനിസം. അപ്പോൾ എന്താണ് ബോഡി സ്ട്രക്ചർ? ബേർഡ്സിൻ്റെ ബോഡി സ്ട്രക്ചറും അതുപോലെ അവരുടെ ഇരയെ പിടിക്കാനുള്ള ആ ഒരു മെക്കാനിസം തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സി എന്താണ്? സം ബേർഡ്സ് ഹാവ് ലോങ് പോയിൻറ്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ചില ബേർഡ്സിന് പോയിൻറ്റഡ് ആയിട്ടുള്ള ബീക്സും അതുപോലെ ലോങ് ലെഗ്സും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഡി ബേർഡ്സ് ഫൗണ്ട് ഇൻ വാട്ടറി പ്ലേസസ് ഹാവ് ഓയിലി ഫെദേഴ്സ്. ഓയിലി ആയിട്ടുള്ള ഫെദേഴ്സ് ഉള്ള വാട്ടറി പ്ലേസസിലാണ് ബേർഡ്സിനെ കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് ശരി ഉത്തരം? അപ്പോൾ ആൻസർ ഈസ് എ, ഓൾ ബേർഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ. അപ്പോൾ എന്താണ്? അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. എല്ലാ ബേർഡ്സിനും ഒരുപോലെയുള്ള ബോഡി സ്ട്രക്ചർ അല്ലല്ലോ, പലർക്കും പല ബോഡി സ്ട്രക്ചേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും അതുപോലെ ഈ ഒരു ആക്ടിവിറ്റീസും കൂട്ടുകാർ നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്നായി എക്സാം എഴുതാൻ പറ്റട്ടെ. ഗുഡ് ലക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.